കോൺഗ്രസിന് വീണ്ടും കനത്ത തിരിച്ചടി നൽകി പുതിയ തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥിയുടെ മലക്കം മറിച്ചിൽ. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇൻഡോറിലെ ലോക്സഭാ സ്ഥാനാർത്ഥി അക്ഷയ് ഭാം മത്സരത്തിൽ നിന്ന് പിന്മാറിയതാണ് കോൺഗ്രസിന് തിരിച്ചടിയായി മാറിയിരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചതിന് പിന്നാലെ അക്ഷയ് ഭാം ബിജെപിയിൽ ചേരുകയും ചെയ്തു. ബിജെപി നിയമസഭാംഗം രമേശ് മെൻഡോളയ്ക്കൊപ്പം കളക്ടറുടെ ഓഫീസിലെത്തിയ അക്ഷയ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നൽകിയ പത്രിക പിൻവലിക്കുകയായിരുന്നു. മുതിർന്ന ബിജെപി നേതാവും സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രിയുമായ കൈലാഷ് വിജയവർഗീയ അക്ഷയ് ഭാമിനൊപ്പം കാറിൽ ഇരിക്കുന്ന ഫോട്ടോയും എക്സിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. അക്ഷയ് ഭാമിനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും അദ്ദേഹം എക്സിൽ കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, പാർട്ടി ദേശീയ അധ്യക്ഷൻ JP നദ്ദ, മുഖ്യമന്ത്രി മോഹൻ യാദവ്, സംസ്ഥാന അധ്യക്ഷൻ VD ശർമ്മ എന്നിവരുടെ നേതൃത്വത്തിൽ ഇൻഡോറിലെ കോൺഗ്രസ് ലോക്സഭാ സ്ഥാനാർത്ഥി അക്ഷയ് ഗാന്ധി ഭാമിനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിജയവർഗീയ ഇങ്ങനെയാണ് എക്സിൽ കുറിച്ചത്. ഇൻഡോറിലെ BJP സിറ്റിംഗ് MP ശങ്കർ ലാൽവാനിനെതിരെയായിരുന്നു കോൺഗ്രസ് ഭാമിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. മെയ് 13 നടക്കുന്ന തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിലാണ് ഇൻഡോറിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. സൂറത്ത് ലോക്സഭാ സീറ്റിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നാലെയാണ് BJP മധ്യപ്രദേശിലും കോൺഗ്രസിന് തിരിച്ചടി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പിന്തുണ തള്ളിയതോടെ BJP എതിരില്ലാതെ വിജയിക്കുകയും ചെയ്തു. പത്രികയിൽ കോൺഗ്രസിനെ നിർദ്ദേശിച്ച 3 പേരും ഒപ്പ് തങ്ങളുടേതല്ലെന്ന് സത്യവാങ്മൂലത്തിൽ അറിയിച്ചതിനെ തുടർന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാനിയുടെ നാമനിർദ്ദേശ പത്രിക വരണാധികാരി തള്ളുകയായിരുന്നു. കോൺഗ്രസിന്റെ പകരക്കാരനായ സ്ഥാനാർത്ഥി സുരേഷ് പദ്ലസയെ നിർദ്ദേശിച്ചയാളും പിന്മാറി. കോൺഗ്രസിന് സ്ഥാനാർത്ഥികളില്ലാത്ത സാഹചര്യമുണ്ടായതിന് പിന്നാലെ BSP സ്ഥാനാർത്ഥിയും സ്വതന്ത്രരും പത്രിക പിൻവലിച്ച് BJP സ്ഥാനാർത്ഥിക്ക് ഏകപക്ഷീയ വിജയത്തിന് വഴിയൊരുക്കി. ഇദ്ദേഹത്തിന്റെ അടുപ്പക്കാരായിരുന്നു നാമനിർദ്ദേശ പത്രികയിൽ ഒപ്പിട്ട 3 പേരും. നിലേഷ് BJPയുമായി ചേർന്ന് നീക്കം നടത്തിയെന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കോൺഗ്രസ് ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. ഏതായാലും കോൺഗ്രസിനെ ചതിച്ചുകൊണ്ടുള്ള ഇത്തരം രാജികൾ കുറെ നാളായി കണ്ടുവരുന്നു. പണമെറിഞ്ഞിട്ടോ അതോ വലിയ പദവികൾ വാഗ്ദാനം ചെയ്തിട്ടോ ആണ് BJP നേതാക്കളെ അടർത്തിയെടുക്കുന്നതെന്ന കാര്യം പകൽ പോലെ വ്യക്തവുമാണ്.